നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുവൈത്തിൽ നാളെ നടത്താനിരുന്ന 2 ഇന്ത്യക്കാരുടെ വധശിക്ഷ മാറ്റിവെച്ചു. നടപടി ഇന്ത്യൻ എംബസിയുടെ അഭ്യർത്ഥനയെ തുടർന്ന്. വധശിക്ഷയ്ക്ക് വിധിച്ചവർ ആന്ധ്ര, തമിഴ്നാട് സ്വദേശികൾ. സംസ്ഥാന പ്രവാസികാര്യ മന്ത്രി കെ.സി. ജോസഫിന്റെ സന്ദർശനം തടഞ്ഞത് കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡർ എന്ന നോർക്ക റൂട്ടസ് ഡയറക്ടർ. കുവൈത്തിലെയും യുഎഇയിലെയും അംബാസിഡർമാർ പ്രവാസി ക്ഷേമത്തിന് തടസ്സമാണെന്നും നോർക്ക ഡയറക്ടർ. കുവൈത്തിൽ അനധികൃത താമസക്കാർക്കെതിരായ നടപടികൾ നിർത്തിവെച്ചേക്കുമെന്ന് സൂചന. ലബനനിലെ സിറിയൻ അഭയാർത്ഥികൾ കടുത്ത ദുരിതത്തിൽ. പലർക്കും തൊഴിലില്ല. ജീവൻ രക്ഷാ മരുന്നുകൾ പോലും ലഭിക്കുന്നില്ലെന്ന് അഭയാർത്ഥികളുടെ പരാതി. സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ പിടിയിൽ. പിടികൂടിയത് കൊല്ലം ക്രൈംബ്രാഞ്ച് സംഘം. സരിത നായരെ 4 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സോളാർ തട്ടിപ്പിൽ പ്രവാസികളും. നാളെ നടക്കേണ്ടിയിരുന്ന 2 ഇന്ത്യക്കാരുടെ വധശിക്ഷ കുവൈത്ത് മാറ്റിവെച്ചു. ഇളവ് വേണമെന്ന ഇന്ത്യൻ എംബസിയുടെ അഭ്യർത്ഥന മാനിച്ചാണിത്. തമിഴ്നാട് സ്വദേശി സുരേഷ് ഷൺമുഖസുന്ദരം, ആന്ധ്ര സ്വദേശി ചെല്ലപ്പൻ കാളിദാസ് എന്നിവരുടെ വധശിക്ഷയാണ് മാറ്റിവെച്ചത്. വധശിക്ഷ മാറ്റിവെച്ച സാഹചര്യത്തിൽ കേസ് വീണ്ടും അപ്പീൽ കോടതിക്ക് മുന്നിൽ വരുമെന്നറിയുന്നു. കൊലപാതക കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ച ചെല്ലപ്പൻ കാളിദാസ്, സുരേഷ് ഷൺമുഖസുന്ദരം എന്നിവരുടെ ശിക്ഷയാണ് നാളെ നടപ്പാക്കാനിരിക്കുന്നത്. ഇവർ തമിഴ്നാട്, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് സൂചന. ഈ വർഷം ഇത് 2ാം തവണയാണ് രാജ്യത്ത് വധശിക്ഷ നടപ്പാക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ ഒരു പാകിസ്ഥാനിയടക്കം 3 പേരെ തൂക്കിലേറ്റിയിരുന്നു. ഇതേ തുടർന്ന് വധശിക്ഷയ്ക്കെതിരെ രൂക്ഷമായ വിമർശവുമായി ആംനസ്റ്റി ഇന്റർനാഷണൽ അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. പക്ഷേ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ശിക്ഷ നടപ്പാക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. വിവിധ കേസുകളിലായി 44 പേരാണ് കുവൈത്ത് ജയിലുകളിൽ വധശിക്ഷ കാത്തു കഴിയുന്നത്. ഇവരിൽ 2 മലയാളികളടക്കം 5 ഇന്ത്യക്കാരും ഉൾപ്പെടും. മീഡിയ 1 കുവൈത്ത്. കുടുംബ വിസയിലെത്തിയവർ മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യരുതെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. റമദാൻ മാസത്തിൽ യാചകവൃത്തിക്കായി സന്ദർശന വിസയിൽ ആളുകളെ കൊണ്ടുവരുന്നവർക്കെതിരെയും കർശന നടപടികൾ. ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ തുടങ്ങിയവരാണ് ആശ്രിത വിസയുടെ പരിധിയിൽ വരുന്നത്. വിസ കാറ്റഗറിയിലെ 22ാം വിഭാഗത്തിൽപ്പെടുന്ന ഇവർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതിന് നേരത്തെ തന്നെ അനുമതി ഉണ്ടായിരുന്നില്ല. എന്നിട്ടും മലയാളികളടക്കം നിരവധി പേർ ആശ്രിത വിസയിൽ ജോലി ചെയ്യുന്നുണ്ട്. രാജ്യത്തെ പല ഇന്ത്യൻ സ്കൂളുകളിലും നിരവധി ആശ്രിത വിസക്കാർ അധ്യാപക വൃത്തി ചെയ്തു വരുന്നു. ഇവരെ ഏതെങ്കിലും ജോലി സ്ഥലത്ത് വെച്ച് പിടികൂടിയാൽ വിസ ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ നാടുകടത്തുമെന്നും പിടികൂടപ്പെട്ടയാളിന്റെ സ്പോൺസറെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും കുവൈറ്റ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് പാസ്പോർട്ട് വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഫൈസൽ നവാഫ് അൽ അഹമ്മദ് അൽ സബാഹാണ് ഇതു സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആശ്രിത വിസയിലോ സന്ദർശക വിസയിലോ എത്തി റമദാനിൽ പള്ളികളിലും മറ്റും പണപ്പിരിവ് നടത്തുന്നവരെയും അവരുടെ സ്പോൺസർമാരെയും നാടുകടത്തുമെന്നും യാചകവൃത്തിയും അനധികൃത പണപ്പിരിവും പിടികൂടുന്നതിനു വേണ്ടി പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റമദാൻ മാസക്കാലത്ത് ആളുകൾ യാചകവൃത്തി നടത്തുന്നത് തടയാൻ ഏർപ്പെടുത്താറുണ്ടായിരുന്ന സന്ദർശക വിസ നിയന്ത്രണം ഇത്തവണയും ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. മീഡിയ 1 കുവൈത്ത്. മദീനയിൽ നിയമലംഘനങ്ങൾ 30% കുറക്കാൻ കഴിഞ്ഞെന്ന് മദീന ഹജ്ജ് മന്ത്രാലയ ബ്രാഞ്ച് ഓഫീസ്. ഇതിനായി തീർത്ഥാടകരുടെ യാത്ര, താമസം, തിരിച്ചുപോക്ക് എന്നിവ നിരീക്ഷിക്കുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ഉംറ സേവന കമ്പനികളെ നിരീക്ഷണത്തിന് വിധേയമാക്കിയതിനാൽ നിയമലംഘനങ്ങൾ 30% കുറക്കാൻ കഴിഞ്ഞതായി മദീന ഹജ്ജ് മന്ത്രാലയ ബ്രാഞ്ച് ഓഫീസ് മേധാവി മുഹമ്മദ് അൽ ബിജാവി പറഞ്ഞു. ഈ വർഷം ഉംറ സീസൺ ആരംഭിച്ചതു മുതൽ ഇതുവരെ 529 നിയമലംഘനങ്ങളാണുണ്ടായത്. തീർത്ഥാടകരുടെ യാത്ര, താമസം, തിരിച്ചുപോക്ക് തുടങ്ങിയവ നിരീക്ഷിക്കുന്നുണ്ട്. ഉംറ സീസൺ ആരംഭിച്ചതു മുതൽ ഇതുവരെയായി തീർത്ഥാടകർ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ 22,580 പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. 48 ഉംറ സേവന കമ്പനികളുടെ ആസ്ഥാനങ്ങളിലായി 250ഓളം സന്ദർശനങ്ങൾ നടത്തിയതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം മക്ക ഹറമിൽ മതാഫ് വികസനം നടക്കുന്നതിനാൽ തിരക്കൊഴിവാക്കാൻ ആഭ്യന്തര തീർത്ഥാടകർക്കിടയിൽ ബോധവൽക്കരണം തുടങ്ങി. സാംസ്കാരിക വാർത്താ വിതരണ വകുപ്പിന് കീഴിലാണ് ബോധവൽക്കരണ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ തിരക്കൊഴിവാക്കുന്ന വിധത്തിൽ സമയം ക്രമീകരിക്കുകയോ നീട്ടിവെക്കുകയോ ചെയ്യണമെന്നാണ് സന്ദേശത്തിലുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് ആശ്വാസത്തോടെ ഉംറ കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയാണിതെന്നും സന്ദേശം പറയുന്നു. മീഡിയ 1 ജിദ്ദ. സംസ്ഥാന പ്രവാസികാര്യ മന്ത്രി കെ.സി. ജോസഫിന്റെ കുവൈത്ത് സന്ദർശനം തടഞ്ഞത് കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡർ എന്ന നോർക്ക റൂട്ടസ് ഡയറക്ടർ ഇസ്മായിൽ റാവുത്തർ. ഗൾഫ് രാജ്യങ്ങളിൽ കുവൈത്തിലെയും യുഎഇയിലെയും അംബാസിഡർമാർ പ്രവാസി ക്ഷേമത്തിന് തടസ്സമാണെന്നും അദ്ദേഹം പറഞ്ഞു. നോർക്ക റൂട്ട്സ് ദുബായിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുവൈത്തിൽ അനധികൃത താമസക്കാർക്കെതിരായ നടപടി കർശനമാക്കിയ സാഹചര്യത്തിലാണ് കെ.സി. ജോസഫ് കുവൈത്ത് സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നത്. അനധികൃത താമസക്കാർക്കെതിരെ കുവൈത്തിൽ നടപടി ശക്തമാക്കിയ സാഹചര്യത്തിൽ സംസ്ഥാന പ്രവാസികാര്യമന്ത്രി കെ.സി. ജോസഫ് കുവൈത്ത് സന്ദർശിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു.
നിയമലംഘനത്തിന്റെ പേരിൽ നിരപരാധികളെ വരെ കൂട്ടത്തോടെ നാട്ടിലയക്കാൻ തുടങ്ങിയതോടെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു പ്രവാസികാര്യ മന്ത്രി കുവൈത്ത് സന്ദർശിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. നമ്മുടെ പ്രവാസികാര്യ വകുപ്പ് മന്ത്രി 100 പ്രാവശ്യം നന്ദി പറഞ്ഞുകൊണ്ടാണ് സൗദിയിൽ നിന്ന് തിരിച്ചു വന്നത്. പക്ഷേ നമ്മുടെ പ്രവാസികാര്യ വകുപ്പ് മന്ത്രിക്ക് കുവൈറ്റിൽ സന്ദർശിക്കുന്നതിനുള്ള അംഗീകാരം അല്ലെങ്കിൽ അനുമതി കൊടുത്തില്ല എന്നുള്ളത് ഇത് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്. ഇവരുടെ പ്രശ്നം രൂക്ഷമായിരിക്കുമ്പോൾ നാഥനില്ലാ കളരി പോലെയായിരുന്നു അവിടുത്തെ എംബസി. അവിടുത്തെ അംബാസഡർ അവധിയിൽ ചുറ്റി നടക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സൗദിയിലെ നിത്താക്കാത്ത് നടപടിയിൽ ഇന്ത്യയിൽ നിന്നുണ്ടായ ഇടപെടൽ കുവൈത്തിന്റെ കാര്യത്തിൽ ഉണ്ടായില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ എംബസിയുടെ നിഷ്ക്രിയത പ്രവാസികൾക്ക് പല ആനുകൂല്യങ്ങളും നേടിക്കൊടുക്കുവാൻ തടസ്സമാണെന്നും പ്രത്യേകിച്ചും കുവൈത്തിലെയും UAE-യിലെയും ഇന്ത്യൻ അംബാസഡർമാർ ഇതിന് പ്രധാന വിഘാതമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇവിടെ പൊതുമാപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പ്രവാസികളായിട്ടുള്ള മലയാളികൾ തിരിച്ചുപോക്കിന് 2 കോടി രൂപ ഇവിടത്തേക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് മാറ്റിവെച്ചിട്ട് ഇവരുടെ നിഷേധാത്മക നിലപാടുകൊണ്ട് അത് വേണ്ടപ്പെട്ടവരിൽ എത്തിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല. പ്രവാസികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിക്കുവാനുള്ള എംബസി പോലുള്ള സംവിധാനങ്ങൾ രാജ്യത്തിന്റെ ഖജനാവിന് നഷ്ടം വരുത്തുവാനുള്ളത് മാത്രമാണോ എന്നതാണ് പ്രവാസികളുടെ ചോദ്യം. ഹരിസരിക്കുളം, മീഡിയ 1, ദുബായ്. കുവൈത്ത് രാഷ്ട്രീയം പുതിയ വഴിത്തിരിവിലേക്ക് കടന്ന പശ്ചാത്തലത്തിൽ അനധികൃത താമസക്കാർക്കെതിരായ നടപടികൾ നിർത്തിവെച്ചിരിക്കുമെന്ന സൂചന. ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരിശോധനകൾ നിർത്തിവെച്ചിരിക്കുമെന്നാണ് സൂചന. പോലീസിന്റെ കടുത്ത പരിശോധനകൾക്കെതിരെ കോടതി പരിസരത്ത് ഒരു സ്വദേശി പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചത് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഭരണഘടനാ കോടതി ഉത്തരവ് പ്രവാസികളെ എങ്ങനെ ബാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. ബഹ്റൈനിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമം ഏർപ്പെടുത്തുവാനുള്ള ഉത്തരവ് എല്ലാ നിർമ്മാണ കമ്പനികളും പാലിക്കുന്നുണ്ടോ എന്ന് തൊഴിൽ മന്ത്രാലയം ഉറപ്പുവരുത്തും. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ നിയമം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ബഹ്റൈന്റെ ചുവടുവെപ്പാണെന്ന് തൊഴിൽ മന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി ഹുമൈദാൻ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ നിയമം നടപ്പാക്കുന്നതിന് കമ്പനികൾ സഹകരിച്ചിട്ടുണ്ട്. അത്യുഷ്ണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് തൊഴിലാളികൾക്ക് ഈ നിയമം പരിരക്ഷ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിത്താക്കാത്ത് നിയമം മൂലമോ ഹുറൂബ് കാരണമോ ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി കണ്ടെത്താൻ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് വിവിധ കമ്പനികളുടെ സഹായത്തോടെ ജോബ് ഫെയർ സംഘടിപ്പിക്കുമെന്ന് കോൺസുലേറ്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഈ മാസം 20-നും 27-നും ഉച്ചയ്ക്ക് 1 മണി മുതൽ കോൺസുലേറ്റ് അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ഫെയറിൽ 15ഓളം കമ്പനികൾ പങ്കെടുക്കും. എഞ്ചിനീയർ മുതൽ സാധാരണ തൊഴിലാളികൾ വരെ വിവിധ മേഖലയിൽ 4000ഓളം ആളുകൾക്ക് നേരിട്ട് ജോലി ലഭിക്കാൻ ഈ ഫെയറുകൾ കൊണ്ട് സാധിക്കും. വൈബർ, വാട്സ്ആപ്പ് ഉൾപ്പെടെയുള്ള സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുകൾക്ക് നിലവിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് കുവൈത്ത് വാർത്താവിനിമയ മന്ത്രി. വോബ് കോളുകൾ പിടികൂടിയാൽ പിഴയും യാത്രാവിലക്കും ലഭിക്കും. കമ്മ്യൂണിക്കേഷൻ സങ്കേതങ്ങൾ നിരോധിക്കുന്ന വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ രാജ്യത്തെ പൊതു ടെലിഫോൺ അതോറിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണെന്നും ഇതുവരെ വിലക്കുകളൊന്നും നിലവിൽ വന്നിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പുതുതായി രൂപം നൽകിയ പബ്ലിക് ടെലികോം അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പ്രാദേശിക പത്രത്തോട് സംസാരിക്കുകയായിരുന്നു വാർത്താവിനിമയ വകുപ്പ് മന്ത്രി സാലം അൽ ഉത്തൈന. രാജ്യത്തെ ലാൻഡ് ലൈനുകൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാക്കുന്നതടക്കം നിരവധി നവീകരണ പ്രവൃത്തികൾ നടന്നുവരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്മാർട്ട് ഫോണുകളിൽ വൈബർ, വാട്സ്ആപ്പ് തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നവരെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നതായും നാടുകടത്തുന്നതായും മറ്റും വാർത്തകൾ പ്രവാസികൾക്കിടയിൽ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ഫ്രീ കോൾ സോഫ്റ്റ്വെയറുകൾ നിരോധിച്ചിട്ടില്ല എന്ന മന്ത്രിയുടെ വാക്കുകൾ ആശ്വാസം പകരുന്നതാണ്. അതേസമയം വോയിപ്പ് ആപ്ലിക്കേഷനുകളിലൂടെ റീചാർജ് ചെയ്ത് വിളിക്കുന്നതും മറ്റും കടുത്ത നിയമലംഘനമാണെന്നത് നേരത്തെ തന്നെ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ വെച്ച് നെറ്റ് ഫോണിൽ വിളിച്ചയാളെ സിവിൽ വേഷത്തിലെത്തിയ പോലീസ് പിടികൂടി 1400 ദിനാർ പിഴയും യാത്രാവിലക്കും വിധിച്ചതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈത്ത്. വെള്ളപ്പൊക്കം മൂലമുണ്ടായേക്കാവുന്ന ഏത് അടിയന്തര ഘട്ടവും നേരിടാൻ ജിദ്ദ നഗരം തയ്യാറാണെന്ന് അധികൃതർ അറിയിച്ചു. ഇതിനായി 14ഓളം പദ്ധതികളും അടിസ്ഥാന സൗകര്യങ്ങളും നഗരത്തിൽ ഏർപ്പെടുത്തിയതായി ജിദ്ദ ഗവർണറേറ്റ് അറിയിച്ചു. വെള്ളപ്പൊക്ക നിവാരണ പദ്ധതികൾ കുറ്റമറ്റതാണെന്നും ഇതു സംബന്ധമായി യാതൊരു ആശങ്കയും ആവശ്യമില്ലെന്നും മക്ക മേഖലാ ഗവർണർ അമീർ ഖാലിദ് അൽ ഫൈസൽ പറഞ്ഞു. 2009-ലും 2010-ലും ജിദ്ദയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ബഹ്റൈനിൽ ഏകീകൃത ആംബുലൻസ് സർവീസ് ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി മെച്ചപ്പെട്ട പ്രഥമ ശുശ്രൂഷ സൗകര്യം രോഗികൾക്ക് ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. ഇതിനായി ബജറ്റിൽ പ്രത്യേക തുക വിലയിരുത്തും. എല്ലാ ഗവർണറേറ്റുകളിലും അത്യാധുനിക സൗകര്യങ്ങളോടെ ആംബുലൻസ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ നിലവിലുള്ള എമർജൻസി വിഭാഗം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനും യോഗം അംഗീകാരം നൽകി. ലെബനനിലെ സിറിയൻ അഭയാർത്ഥികൾ കടുത്ത ദുരിതത്തിൽ. പലർക്കും ജീവിതവൃത്തിക്കുള്ള തൊഴിലില്ല. മരുന്നുകൾ പോലും ലഭിക്കുന്നില്ലെന്നാണ് അഭയാർത്ഥികളുടെ പരാതി.
1.5 മില്യണിലധികം ആളുകൾ സിറിയയിലെ ആഭ്യന്തര പ്രശ്നം മൂലം രാജ്യം വിട്ടിട്ടുണ്ടെന്നാണ് കണക്ക്. ഇതിൽ ഭൂരിഭാഗം ആളുകളും ലെബനോണിലാണ്. 4,70,457 സിറിയൻ അഭയാർത്ഥികൾ ലെബനനിലുണ്ടെന്നാണ് UN-ന്റെ കണക്ക്. ഇവരിൽ പലരും നിത്യവൃത്തി കാണാൻ പോലും ബുദ്ധിമുട്ടുന്നു. മരുന്ന് പോലും ലഭിക്കുന്നില്ല. كان أول يوم مساعدة، هلا ما رجعنا مساعدة 100 مرة. لا خير ولا مونة جميع السكرين وولادي ما بيشتغلوا وأنا عاجز. അഭയാർത്ഥികളെ സഹായിക്കുന്നവർക്ക് ലഭിക്കുന്ന പിന്തുണയും വളരെ കുറവാണ്. 2013ഓടെ സിറിയയിലെ പകുതിയുള്ളവർക്കും മാനുഷിക പരിഗണന അർഹിച്ചുള്ള സഹായം ലഭ്യമാക്കേണ്ടി വരുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. പൊതുസേവനത്തിന് ഐക്യരാഷ്ട്രസഭ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഈ മാസം 28-ന് ബഹ്റൈനിലെത്തുന്ന കേരള മുഖ്യമന്ത്രിക്ക് കേരളീയ സമാജത്തിന്റെ നേതൃത്വത്തിൽ പൗസ്വീകരണം നൽകും. വൈകിട്ട് 5 മണിക്ക് സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ സംഘടിപ്പിക്കുന്ന സ്വീകരണ ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കും. വൈക്കം മുഹമ്മദ് ബഷീർ ദിനത്തോടനുബന്ധിച്ച് ജിദ്ദയിലെ സാംസ്കാരിക സംഘടനയായ ഗ്രന്ഥപുരയുടെ ആഭിമുഖ്യത്തിൽ ബേപ്പൂർ സുൽത്താൻ ജീവിതവും രചനയും എന്ന ശീർഷകത്തിൽ പ്രബന്ധരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. കുട്ടികളുടെ വിഭാഗത്തിലും മുതിർന്നവരുടെ വിഭാഗത്തിലും മത്സരമുണ്ട്. 15 വയസ്സിന് മുകളിലുള്ളവർ മുതിർന്നവരുടെ വിഭാഗത്തിലാണ്. രണ്ടുപുറത്തിൽ കവിയാത്ത രചനകൾ ജൂൺ 28-ന് മുമ്പ് എത്തിക്കണം. ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കഴുത്തിന് താഴോട്ട് പൂർണ്ണമായും തളർന്നുപോയ മരിയ എന്ന 11-കാരി ശസ്ത്രക്രിയയിലൂടെ അതിശയകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയമാണ് മരിയയുടെ ശസ്ത്രക്രിയക്കുള്ള ചെലവ് വഹിച്ചത്. 2006-ൽ ഗാസയിലെ ഇസ്ലാമിക് ജിഹാദിന്റെ നേതാവിനെ ലക്ഷ്യമിട്ട് നടത്തിയ മിസൈൽ മരിയ സഞ്ചരിച്ചിരുന്ന കാറിൽ പതിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ മരിയയ്ക്ക് സഹോദരനെയും മുത്തശ്ശിയെയും നഷ്ടപ്പെട്ടു. ആക്രമണത്തിന് ശേഷം മരിയയുടെ ശരീരം പൂർണ്ണമായും തളർന്നുപോയിരുന്നു. താടി കൊണ്ട് ചലിപ്പിക്കുന്ന ഒരു ജോയ്സ്റ്റിക്കിന്റെ സഹായത്തോടെ വീൽചെയർ സ്വന്തമായി ചലിപ്പിക്കാനും സംസാരിക്കാനും മരിയയ്ക്ക് ഇപ്പോൾ കഴിയും. കഴുത്തിലൂടെ ഘടിപ്പിച്ചിരുന്ന കൃത്രിമ ഉപകരണത്തിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. എന്നാൽ ആ അവസ്ഥ മാറുമെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടർമാർ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മരിയയ്ക്ക് സംസാരിക്കാനാകുന്നുണ്ട്. മണമറിയാനുള്ള കഴിവ് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തീകരിച്ച അമേരിക്കക്കാരനായ ഡോക്ടർ മാർക്ക് ഗിൻസ്ബർഗാണ് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത്. ശസ്ത്രക്രിയ വിജയിച്ചു എന്ന് മരിയയും പ്രതീക്ഷ പ്രകടിപ്പിച്ചു. بشكر الدكتور إنه وجب جنبه وإن شاء الله. ആക്രമണത്തിന് ശേഷം മരിയയെ ചികിത്സക്കായി ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയമാണ് മരിയയുടെ ചികിത്സാ ചെലവ് വഹിച്ചത്. പിതാവിനോടും ഇളയ സഹോദരനുമോടൊപ്പം വടക്കേ ഇസ്രായേൽ അറബ് ടൗണിലാണ് മരിയ ഇപ്പോൾ താമസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.